ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വാച്ചിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടൈമെക്സിന്റെ ഓട്ടോമാറ്റിക് സ്കെലിറ്റൺ വാച്ച്. ഇതിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. വാച്ച് വരുന്നതൊരു പേപ്പർ ബോക്സിലാണ്. ഇതിന്റെ പുറകിൽ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ്, ബാർകോഡ്. തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു വാച്ച്, അതിന്റെ വാറണ്ടി കാർഡ് കാണാം, മാനുവൽ കാണാം. ഇതാണ് ടൈമെക്സ് ഓട്ടോമാറ്റിക് സ്കെലിറ്റൺ വാച്ച്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒറ്റ നോട്ടത്തിൽ നല്ല ഭംഗിയുണ്ട്, ഫിനിഷ്ഡ് ആണ്. വാച്ചിൻ്റെ പുറകുവശം സീ ത്രൂ ഗ്ലാസ്സിൽ ടൈമെക്സ് എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. സ്ട്രാപ്പ് പ്യുവർ ലെതർ അല്ല, ഒറിജിനൽ ലെതർ അല്ല, ഒരു ലെതർ ഫിനിഷാണ്. കേസ് കാണാൻ നല്ല ഭംഗിയുണ്ട്, കേസ് നല്ല ഫിനിഷ്ഡ് ആണ്, നല്ല വെയിറ്റ് ഉണ്ട്, കുറച്ച് ബൾക്കിയാണ് വാച്ച്. സ്ട്രാപ്പിൽ ലോഗോ എംബോസ് ചെയ്തിട്ടില്ല. ടൈമെക്സ് തന്നെ ടാഗ് ഒരുപാട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മോണോഗ്രാം അങ്ങനെയൊക്കെ വെച്ചിട്ട് ടൈമെക്സിൻ്റെ തന്നെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ബട്ടണിൽ ലോഗോ എംബോസിങ് ഇല്ല. കാണാനൊരു പ്രീമിയം ലുക്ക് ഉണ്ട് വാച്ച്. മൂവ്മെൻറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മിയോട്ടോ ജപ്പാൻ്റെ നല്ലൊരു മൂവ്മെൻ്റാണ് നൽകിയിട്ടുള്ളത്. സിറ്റിസൺ വാച്ചസിലൊക്കെ സാധാരണ ഇതിൽ കാണാറുള്ള സെയിം അതേ തരത്തിലുള്ള മൂവ്മെൻറ്റ്. ഈ ഒരു പർട്ടിക്കുലർ വാച്ച് ഫ്ലിപ്കാർട്ടിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ടൈമെക്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോലും ഈ വാച്ച് ഇല്ല. ഈ ഒരു റേറ്റിന് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്ലിപ്കാർട്ടിൽ മാത്രം സ്പെഷ്യലി മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്നതാണെന്ന് ഡൗട്ടുണ്ട്. നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണാൻ കഴിയുന്നത് ഈ കാണുന്ന വാച്ചാണ്. കുറേ കൂടി പ്രീമിയം ലുക്കുള്ള കർവ്ഡ് ഗ്ലാസ്, ജെന്യൂൻ ലെതർ ആയിട്ടുള്ളൊരു വാച്ച്. ഇതിൻ്റെ പ്രൈസിങ് 12,000 സംതിങ് ആണ്. നമുക്ക് കുറഞ്ഞ വിലയിൽ ഒരു വാച്ച് ചൂസ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ആ ഒരു വാച്ചോ അല്ലെങ്കിൽ ഈ ഒരു വാച്ചോ. മൂവ്മെൻറ്റ് സെയിം മൂവ്മെൻ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ഒരു താല്പര്യം അനുസരിച്ച് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുന്നതാണ്.